എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവിക്കുക ഇല്ലയെന്ന്. അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. സ്റ്റീൽ അലുമിനിയം എന്നുള്ളതിൻ്റെ ആ താരിഫ് കൂട്ടി എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം. അത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കയിലേക്ക് സ്റ്റീൽ അലുമിനിയത്തിൻ്റെ പ്രത്യേകത പറയണ്ടല്ലോ. അത്രമാത്രം അത് ആ മേഖലകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ എല്ലാ ചുക്കിനും ചുണ്ണാമ്പിനും ആവശ്യമുള്ള ഈ സാധനമാണ്. അതിനാണിപ്പോൾ എക്സ്ട്രാ താരിഫ് 50% ആക്കിയത്. 100% ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചില മെഷേഴ്സിലൊക്കെ UK എക്സംഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ UK ചില ടോക്സിൻ്റെ നെഗോഷിയേഷൻസിൻ്റെ ഫലമാണെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് വലിയ കാനഡ മറ്റുള്ള ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട് യൂറോപ്യൻ യൂണിയനിലുള്ള. അപ്പോൾ അതൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഇതാണ്. ഞാൻ അവരുടെ റിട്ടാലിയേറ്ററി മെഷേഴ്സ് വരുമോ എന്നുള്ളതും ഇങ്ങനെ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഗോൾഡ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് താഴേക്കൊന്ന് നെഗറ്റീവ് ഡിറക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും കേരളത്തിലെ സ്വർണ്ണവില ഇപ്പോൾ ഉള്ള പ്രൈസായ 72,640 തന്നെ തുടരുന്ന അവസ്ഥയാണുള്ളത്. എന്നാലും 90% ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തുള്ളൂ. പക്ഷേ ഇത് എന്താ പറയുക, ഇത് ഗോൾഡ് വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് പോകുന്നതിനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ്, പ്രത്യേകിച്ച് ഈ സൈന് കൂടി ചെയ്തതോടുകൂടി.